ഹലോ നമസ്കാരം. ഹൊലാവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസസ്മെൻറ്റ് ലെവൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് വിസയുടെ. നിങ്ങൾക്കറിയാം, ഇന്ത്യ ലെവൽ 3യിൽ നിന്ന് ലെവൽ 2യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിൻ്റെ അസസ്മെൻറ്റ് ലെവലും വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇത്ര നാൾ ഇതിന് മുന്നേ വരെ ലെവൽ 2 യൂണിവേഴ്സിറ്റി ആയിരുന്നു മജോറിറ്റി ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ മാറിയിട്ടുണ്ട്. ലെവൽ 1ലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. ഇപ്പം നമുക്കറിയുന്നത് പോലെ ഒരു 2-3 മാസം മുന്നെയാണ് ലെവൽ 3യിൽ ഒരു യൂണിവേഴ്സിറ്റീസും ഇല്ലായിരുന്നു. എല്ലാം ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 1 ആയിരുന്നു. അപ്പോൾ അത് വീണ്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ലെവൽ 2ൽ ആകെ 10 യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ. 10 ഉള്ളൂ. അപ്പോൾ ആ 10 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർത്തേൺ ടെറിട്ടറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളൂ, ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി. അതൊരു ലെവൽ 2 യൂണിവേഴ്സിറ്റിയാണ്. കമ്മിങ് ടു വെസ്റ്റേൺ ഓസ്ട്രേലിയ, അവിടെ ആകെ ഒറ്റൊരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ, ലെവൽ 2, മർഡോക്ക് യൂണിവേഴ്സിറ്റി. സൗത്ത് ഓസ്ട്രേലിയയിൽ ടൊറൻസ് യൂണിവേഴ്സിറ്റി. ടൊറൻസ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. വിക്ടോറിയയിൽ വരുമ്പം ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ ലെവൽ 2 ആയി. പിന്നെ വരുന്നത് ടസ്മാനിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടസ്മാനിയ ലെവൽ 2 യൂണിവേഴ്സിറ്റിയാണ്. ന്യൂ സൗത്ത് വെയിൽസിൽ വന്നു കഴിഞ്ഞാൽ ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിലുണ്ട്. ഇത് രണ്ടും ലെവൽ 2 യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ ലെവൽ 2 യൂണിവേഴ്സിറ്റീസ് ഉള്ളത് ക്യൂൻസ്ലൻഡിലാണ്. USQ, സദേൺ ക്യൂൻസ്ലൻഡ്, ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി ആൻഡ് QUT, ക്യൂൻസ്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി. QUT എപ്പോഴും ലെവൽ 1 ആയിട്ട് നിന്നൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. വളരെ ഫ്ലെക്സിബിളായിട്ട് അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അത് മിസ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപാട് പേര്, ഞാൻ എലിജിബിൾ അല്ലാത്ത പ്രൊഫൈലുകൾ കൂടി QUTയിൽ പോയിട്ട് സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രഗിൾ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൊലാവേൾഡ് വഴി പോയ കുട്ടികളല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങൾ സമ്മിറ്റ് നടക്കാൻ പോയപ്പോഴും കുട്ടികളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് ശരിക്കും പഠിക്കാൻ പാടുള്ളവരെ നമുക്ക് QUTയിലേക്ക് എനേബിൾ ചെയ്ത ഏജൻസികളാണ്. അതായത് റാങ്കിങ് അത്യാവശ്യം നല്ലൊരു റാങ്കിങ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് QUT. അത് കുട്ടികളങ്ങ് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ റാങ്കിങ് കൂടിയിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ കുറച്ച്, അതായത് നമ്മുടെ കൂടെ പഠിക്കാൻ വരുന്നവരും സിലബസും കുറച്ച് ടഫായിരിക്കും. അപ്പോൾ അത് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരിക്കലും ചിലപ്പോൾ ഒന്നിച്ച് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ റാങ്കിങ്ങും നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതാണ് ഹൊലാവേൾഡിൽ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഏജൻസികളിൽ വരുമ്പോൾ കുട്ടികളുടെ ഒരു കേപ്പബിലിറ്റിയും കപ്പാസിറ്റിയും കൂടെ മനസ്സിലാക്കി പ്രോഗ്രാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർവൈവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് മാറി QUTക്ക് ഒത്തിരി ധനനഷ്ടമുണ്ടായി. മാത്രമല്ല അവർക്കിപ്പം മാനഹാനി സംഭവിച്ചിരിക്കുകയാണ്. ലെവൽ നഷ്ടപ്പെട്ടു അല്ലേ. ലെവൽ 1 എന്നുള്ളത് ലെവൽ 2യിലേക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. നമുക്കും ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു QUT. നമുക്ക് കഴിഞ്ഞ വർഷം തൊട്ടേ ലെവൽ 2 ആയിരുന്നു. അതായത് ആ ഒരു 24ൽ ഒരുപാട് കുട്ടികൾ അവർ അഡ്മിഷൻ കൊടുത്ത് വെച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് ലെവൽ 2ലേക്ക് കഴിഞ്ഞ വർഷമാണ്. QUT ഒന്ന് ലെവൽ 1 ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഫ്ലെക്സിബിൾ ആയിരുന്നു അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ്. പക്ഷേ അവർ സ്റ്റിൽ ലെവൽ 2യിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ബാക്കിയുള്ള പലരും ലെവൽ 1ലേക്ക് കയറി. വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റിയും ഒക്കെ ലെവൽ 1ൽ എത്തിയിട്ടുണ്ട്. സോ ഇതിൻ്റെ കാര്യം എങ്ങനെയെന്ന് വെച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഓസ്ട്രേലിയക്ക് മറ്റുള്ള കൺട്രീസ് പോലെയല്ല, ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. UK, ന്യൂസിലൻഡൊക്കെ പറയുന്നത് പോലെയല്ല, കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് അത് ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കും. അപ്പം കുട്ടികൾ എന്താ ചിന്തിക്കുന്നത്, ഓക്കെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഇത്രയും കുറവ് മതി, എന്നാൽ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയേക്കാം. ആ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എങ്ങനെയാണെന്നോ റാങ്കിങ് എങ്ങനെയാണെന്നോ പഠിക്കാൻ എങ്ങനെയുണ്ടെന്നോ ഒന്നും അവർ ചെക്ക് ചെയ്തില്ല. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് വൺസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയ്യോ പെട്ടല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഒരു 1-2 സബ്ജക്ട്സൊക്കെ ഫെയിലായി പോയി കഴിയുമ്പോഴത്തേക്കായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അടുത്ത വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു കോളേജിലേക്ക് സെയിം പ്രോഗ്രാം ലെവലിലേക്ക് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നമുക്ക് DHAക്ക് എല്ലാം നോട്ടിഫിക്കേഷൻ എല്ലാം ചെല്ലും. DHA നോക്കി കഴിയുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളാണ് കൂടുതലും ചേഞ്ച് ആവുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ലെവൽ അങ്ങ് മാറും. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, റൂൾസ് സ്ട്രിക്റ്റ് ആക്കും. ഇതൊരു ഇങ്ങനെ ലൂപ്പിൽ പോയിക്കൊണ്ടിരിക്കും, സൈക്കിളാണ്. അതെ. ഇപ്പം നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ കണ്ടു ഇപ്പം ഏജൻസികൾ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, ഇനി ഇംഗ്ലീഷ് റിക്വയർമെൻ്റ് ഇല്ല, ഫണ്ട് റിക്വയർമെൻ്റ് ഇല്ല. ഇതൊക്കെ തെറ്റാണ്. അങ്ങനെ ശരിക്കും ഇതിൻ്റെ ഈ അസസ്മെൻറ്റ് ലെവൽ 1, 2, 3 എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പോയിൻ്റ് അവരുടെ ലിമിറ്റഡ് നോളജ് വെച്ച് പറയുന്നതാണ്. കാരണം വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിത് മാൻഡേറ്ററി ഡോക്യുമെൻ്റായിട്ട് വെക്കണം എന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തു നിന്ന് ആപ്ലിക്കേഷൻസ് പോകുമ്പോൾ ഈ ആപ്ലിക്കേഷൻസിന് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റും ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും പ്രോപ്പറായിട്ട് കാണിച്ചാലേ യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ തരാൻ പറ്റത്തില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി തരാതിരുന്നാലും പ്രോബ്ലം. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ലെവൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി വിൽ ടേക്ക് ദെയർ ഓൺ മെഷേഴ്സ്. ആക്ച്വലി വിസ ടീമിനുണ്ടായിരുന്ന ഒരു വലിയ ഹെക്റ്റിക്നെസ് കുറയാൻ വേണ്ടി യൂണിവേഴ്സിറ്റീസിനെ ട്രെയിൻ ചെയ്യായിരുന്നു ഇത്ര നാൾ. ലെവൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞവരെ കുറച്ച് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ലെവൽ 2കാരും ലെവൽ 3കാർക്കും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു അതെ, വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി ആയിരുന്നു ഒരു സമയം വരെ ഇന്ത്യൻ സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് ഇവരാരും ഇനി ലിബറലായിട്ട് വാരിക്കൂരി പിള്ളേരെ എടുക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാവരും ക്വാളിറ്റി ചെക്ക് നടത്തും. കാരണം ഓൾറെഡി പണിഷ് ചെയ്തവരെ, അവരെ ഡ്രൈ ആക്കി. അതായത് നമ്മൾ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, രാജമണിക്ക് സിനിമയിലൊക്കെ പറയുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത പോലെ ആയിപ്പോയി. ഇവർക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റാതായിട്ട് ഇവർ മണി ഔട്ടായി, പലരുടെയും ജോലി നഷ്ടപ്പെട്ടു സംഭവിച്ചു. ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇത് ഡിസ്ക്രിമിനേഷൻ ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? യൂണിവേഴ്സിറ്റികൾ സ്ട്രിക്റ്റായ മെഷേഴ്സ് തന്നെ നോക്കും. ഞങ്ങളും യൂണിവേഴ്സിറ്റിയായിട്ട് ചെക്ക് ചെയ്തു ഇതൊക്കെ ഉണ്ടോ. അവരങ്ങനത്തെ ഒരു നോട്ടീസ് പുറത്ത് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഇങ്ങനത്തെ നുണപ്രചാരങ്ങൾ അടിച്ചു വിടുന്നത്? ഇതൊക്കെ മാർക്കറ്റിംഗ് ഗിമിക്സ് ആണ്. നമുക്കിപ്പോൾ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. സ്റ്റുഡൻസ് അവിടെ വീഡിയോ കണ്ടു, ഈ വീഡിയോ കണ്ടു, ഇതിന് IELTS വേണ്ട, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്, ഇന്ത്യ ലെവൽ 2 കൺട്രി ആയി. നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയുടെ ചെക്ക് ലിസ്റ്റ് ടൂള് നമ്മൾ DHAയുടെ സൈറ്റിൽ കയറി നോക്കി കഴിയുമ്പോൾ അവിടെ ഈ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. എന്ന് വെച്ച് ലാംഗ്വേജ് ടെസ്റ്റ് വേണ്ട എന്നല്ല അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് നല്ല ന്യൂസ് അല്ലേ? നല്ല ന്യൂസ് ആണ്. ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ല എന്നില്ല, അത് ഉറപ്പായിട്ടും എഴുതേണ്ടി വരും. പക്ഷേ ഫണ്ട് റിക്വയർമെൻറ്റ്സ് നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും ഒരു പരിധി വരെ, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും. നിങ്ങൾക്കറിയാമോ, നമ്മൾ 12 ലക്ഷം ITR ഇൻകം ടാക്സ് ആനുവൽ വേണമെന്നുണ്ടായിരുന്ന ക്രൈറ്റീരിയയ്ക്ക് മുന്നേ 8 ലക്ഷത്തിനൊക്കെ ക്ലിയർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയില്ലെങ്കിലും ചിലപ്പോൾ ചില കേസുകളിൽ 10 ലാഖിനും ക്ലിയർ ചെയ്യാൻ പറ്റുന്നോ അങ്ങനത്തെ ചില പ്രോബബിലിറ്റീസ് ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ 12 വേണ്ടി തന്നെ എയിം ചെയ്യുക. പഴയതിനേക്കാളും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ലെവൽ 3 ലെവൽ 2 ആയതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒപ്പം തന്നെ വിസ ചേഞ്ചസിന് അത് മൈഗ്രേഷൻ പ്ലാനിങ് ലെവലിലുണ്ടായ ചേഞ്ച് ആൻഡ് നമ്മുടെ നാഷണൽ പ്ലാനിങ് ലെവൽ സ്റ്റുഡൻറ്റ് വിസ അക്കോമഡേഷൻ 10% കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 485ൻ്റെ ലാംഗ്വേജ് ടെസ്റ്റ് സ്കോറും കൂട്ടിയത് കാര്യം, കുറച്ചത് കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് ടെസ്റ്റ് എന്തായാലും വേണം. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ് ഇല്ലെങ്കിൽ 485ൻ്റെ സമയത്ത് ഇംഗ്ലീഷ് ടെസ്റ്റ് വേണമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടീസ് വരുന്നവരെ നിങ്ങൾ ആരും പഠിത്തം നിർത്തണ്ട. അങ്ങനെ ഒരു സാധനം വരുവാണെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. ദർ ഇസ് നോ ഒഫീഷ്യൽ കൺഫർമേഷൻ ഫ്രം യൂണിവേഴ്സിറ്റി സൈഡ്. സ്റ്റിൽ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയക്കകത്ത് ഇംഗ്ലീഷ് വേണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവരത് എടുത്തു മാറ്റാനുള്ള യാതൊരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് വലിയ മണ്ടത്തരവുമായിരിക്കും. അങ്ങനെ ചെയ്യത്തില്ല എന്ന് വിചാരിക്കും. നമുക്ക് കാനഡയ്ക്കും UK-ക്കും ഉണ്ടായ അവസ്ഥ ഓസ്ട്രേലിയക്ക് വരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള അബദ്ധം നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ്. അതായത് 2023 അവരൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു 8 വർഷം വരെയൊക്കെ സ്റ്റേ ബാക്ക് കൊടുക്കുന്ന പ്രോഗ്രാംസ്. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ അവരത് ഫ്രീസ് ചെയ്തു. ഇനി അങ്ങനെ ഒരു റൂൾ ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരിതിൻ്റെ ഒരു ക്ലാരിറ്റി ഉടനെ തന്നെ പുറത്ത് കൊണ്ടുവരും. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. IELTS PT എക്സാമിൻ്റെ കോച്ചിങ്ങും എക്സാമൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക. ഫണ്ടിൻ്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ആരും ഇവിടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 10 ബാക്കി നമുക്ക് ഓസ്ട്രേലിയയിൽ 42 യൂണിവേഴ്സിറ്റീസ്. പണ്ട് ഞാൻ 43 എന്നാണ് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 42. അതിന് കാരണം യൂണിവേഴ്സിറ്റി ഓഫ് അഡ്ലേഡും യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഓസ്ട്രേലിയയും കൊണ്ട് മെർജ് ആയിട്ടുണ്ട്. അഡലേഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 42. ഈ 42-ൽ ഒരു 3 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നില്ല. അവൻഡേയിലെ കാർണഗി മെല്ലൻ, ഡിഗ്നിറ്റി. ഇപ്പോൾ ഇത് മാറിയ 39 യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 39-ൽ 10 ലെവൽ 2 ആണ്. ബാക്കി എത്രയുണ്ട്? 29 ലെവൽ 1 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എല്ലാം 29 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതിലേക്കും ആപ്ലിക്കേഷൻ ലെവൽ 2-ൽ വിസ റിജക്ഷൻ കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് ഹോല വേൾഡ് വഴി പോകുന്നതിന് ഒന്നും റിജക്ഷൻ വന്നിട്ടില്ല. ലെവൽ 2-ലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പ്രൊവൈഡഡ് നന്നായി ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഇപ്പോൾ ലെവൽ 1 ആണെങ്കിൽ മിക്കവാറും ഒന്നെങ്കിൽ ഓട്ടോ ഗ്രാൻഡ് ആയിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ മാക്സിമം ഒരു 1 മന്തിനുള്ളിൽ തന്നെ നമുക്ക് വിസയുടെ ഔട്ട്കം അറിയാൻ പറ്റും. 2 വീക്സ് ഒക്കെ മാക്സിമം വരത്തുള്ളൂ. അങ്ങേയറ്റം പോയ 1 മന്ത്. ലെവൽ 2 ആണെങ്കിൽ കുറച്ചുകൂടെ അവരൊന്ന് പ്രൊഫൈലേക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും തരിക. പക്ഷേ ഇവരിപ്പം വിസ പ്രോസസ്സിംഗ് ടൈമിൽ ലെവൽ 1 ലെവൽ 2 തമ്മിലൊരു വ്യത്യാസം അങ്ങനെ പറയുന്നില്ല. ഇപ്പോഴത്തെ നിർദ്ദേശം അനുസരിച്ച് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഒരു ക്യാപ്പിംഗ് ലെവൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൻ്റെ 80% റീച്ച് ആവുന്നത് വരെ 4 വീക്സ് ടൈമിലായിരിക്കും പ്രോസസ്സിങ് വരുന്നത്. ലെവൽ 1 ആണെങ്കിലും ലെവൽ 2 ആണെങ്കിലും 80% കട്ട് ഓഫ് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള വരുന്ന സ്റ്റുഡൻസിന് 2 മാസം വരെയാണ് സമയം പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിസ ഷുവറായിട്ടും കിട്ടും. ഓസ്ട്രേലിയ ഒരു നല്ല സ്റ്റഡി ഡെസ്റ്റിനേഷനാണ്. സോ അപ്പോൾ ഇതിൻ്റെ വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും
അപ്പോൾ തന്നെ വീഡിയോ ആക്കി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓസ്ട്രേലിയൻ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ട് വാല്യുബിൾ ആൻഡ് എന്താ പറയുക കംഫർട്ടബിൾ അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ഇൻഫർമേഷൻ, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് എപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ് ടു ഡേറ്റ് ആദ്യം ആരെങ്കിലും ഈ ന്യൂസ് ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്. ആദ്യമായിട്ട് ജെനുവിൻ ന്യൂസ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അതെ പെട്ടെന്ന് ആർക്കും ന്യൂസ് ഇടാം, പക്ഷേ അത് സത്യമാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വരുന്ന ആദ്യത്തെ വാർത്ത മലയാളത്തിൽ ഹോല വേൾഡിൽ ആയിരിക്കില്ല. അതുപോലെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ആണ്, നമ്മൾ സിഡ്നിയിലാണ് ബേസ്ഡ്. അപ്പം നിങ്ങൾ സ്റ്റഡീസിനായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളുണ്ട് ഇവിടെ കൂടെ. അപ്പോൾ വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമായിരിക്കും. ദിസ് ഇസ് ജസ്വിൻ and just signing out out from from Hola World YouTube channel.